ജീവിതത്തിൽ വലുതെന്തെങ്കിലും നേടണമെങ്കിൽ നന്നായി പഠിക്കണമെന്ന് നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഹൈസ്കൂളിൽ പഠനം നിർത്തിയ ഒരാൾ ഇന്ന് എല്ലാവരുടെയും സ്വപ്നമായ ഒരിടത്ത് എത്തിയിരിക്കുന്നു. അതെ, നമ്മൾ സംസാരിക്കുന്നത് നിഖിൽ കാമത്തിനെ കുറിച്ചാണ്. അടുത്തിടെ നിത അംബാനിയുടെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ മുഖ്യ അതിഥിയായി എത്തിയ നിഖിൽ ഒരു കാലത്ത് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ഹൈസ്കൂളിൽ വെച്ച് പഠനം നിർത്തിയ ഒരാൾ 17-ാം വയസ്സിലാണ് നിഖിൽ കാമത്ത് ഓഹരി വിപണിയിലേക്ക് ചുവടുവെക്കുന്നത്. പകൽ സമയങ്ങളിൽ ഓഹരി വിപണിയിലെ വ്യാപാരം, രാത്രിയിൽ കോൾ സെന്ററിലെ ജോലി. പഠനം കൊണ്ട് തനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് നിഖിലിന് തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് വീട്ടുകാരെ അറിയിക്കാതെ ഹൈസ്കൂളിൽ പഠനം നിർത്തി. വീട്ടുകാർ ഇതറിഞ്ഞപ്പോൾ വലിയ ബഹളമുണ്ടായി. ഒടുവിൽ അമ്മയെ ഒരുവിധം സമ്മതിപ്പിച്ച് 15-ാം വയസ്സിൽ മൊബൈൽ ഫോൺ വിൽക്കുന്ന ജോലി ആരംഭിച്ചു. പിന്നീട് വൈകുന്നേരം 5 മണി മുതൽ രാത്രി 2 മണി വരെ കോൾ സെന്ററിൽ ജോലി ചെയ്യുകയും രാവിലെ 10 മണി മുതൽ ഓഹരി വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. കോൾ സെന്ററിൽ നിന്ന് ലഭിച്ചിരുന്ന 8,000 രൂപ ശമ്പളത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അച്ഛന്റെ പോർട്ട്ഫോളിയോയും കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു. താമസിയാതെ സുഹൃത്തുക്കളും ബന്ധുക്കളും അദ്ദേഹത്തിൽ നിന്ന് സഹായം തേടാൻ തുടങ്ങി. ഈ ജോലി നിഖിലിന് വളരെയധികം ആസ്വദിക്കാനായി. ഓഹരി വിപണിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായപ്പോൾ അതൊരു ബിസിനസ് ആക്കി മാറ്റാൻ നിഖിൽ തീരുമാനിച്ചു. 2010-ൽ സഹോദരൻ നിതിൻ കാമത്തിനൊപ്പം ചേർന്ന് സീറോദയ്ക്ക് തുടക്കം കുറിച്ചു. തുടക്കത്തിൽ ആളുകളുടെ പ്രതികരണം അത്ര മികച്ചതായിരുന്നില്ല. ചില ദിവസങ്ങളിൽ ഒരു ഉപയോക്താവിനെ പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ നിഖിൽ പിന്മാറിയില്ല. താമസിയാതെ ഈ സഹോദരന്മാരുടെ കമ്പനിയിലേക്ക് 1.6 കോടി ഉപയോക്താക്കൾ എത്തിച്ചേർന്നു. നിഖിൽ കാമത്തും നിതിൻ കാമത്തും ചേർന്ന് സീറോദയെ രാജ്യത്തെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് സ്ഥാപനമാക്കി മാറ്റി. ഹുറൂൺ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് 2024 ഡിസംബറിൽ സീറോദയുടെ മൂല്യം $7.7 ബില്യൺ, അതായത് ഏകദേശം 64,800 കോടി രൂപയായിരുന്നു. 2025 ഫെബ്രുവരി ആയതോടെ സീറോദയുടെ ഉപയോക്താക്കളുടെ എണ്ണം 79.60 ലക്ഷമായി ഉയർന്നു. ഫോർബ്സിന്റെ കണക്കനുസരിച്ച് നിഖിൽ കാമത്തിന്റെ ആകെ ആസ്തി $2.6 ബില്യൺ, അതായത് ഏകദേശം 22,000 കോടി രൂപയാണ്. പതിവ് വിദ്യാഭ്യാസ രീതികൾ പിന്തുടർന്നില്ലെങ്കിലും കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ആർക്കും വിജയം കൈവരിക്കാനാകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിഖിൽ കാമത്ത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പാതി വഴി ഉപേക്ഷിച്ച ഒരാൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഒന്നിന്റെ അമരക്കാരനായിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.